സുവിശേഷത്തിൽ ഒത്തിരി നല്ല മനുഷ്യരെയൊക്കെ കൃത്യമായി എടുത്തു കാണിക്കുന്നുണ്ട്. ചില മനുഷ്യരെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുമ്പോൾ അവർ എന്തുമാത്രം ഉള്ളിൽ നന്മ സൂക്ഷിച്ചുവെന്നും ആ നന്മയിൽ മറ്റുള്ളവരോടും ക്രിസ്തുവിനോടും ഇടപെട്ടു എന്നൊക്കെ കുറച്ചും കൂടി തെളിച്ചം കിട്ടുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു ശതാധിപൻ അവൻ്റെ ഭൃത്യന് സുഖമില്ല എന്നറിയുമ്പോൾ അവന് വേണ്ടി ക്രിസ്തുവിന് മുമ്പിൽ വന്ന് അപേക്ഷിക്കുന്ന വചനഭാഗമാണ്. ഇത് സുവിശേഷത്തിൽ 3 ഇടങ്ങളിൽ നാം കാണുന്നുണ്ട്. മത്തായി സുവിശേഷത്തിലും ലൂക്കാ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും. മത്തായും ലൂക്കയും ഏകദേശം ഒരേപോലെയാണ് ഈ സംഭവത്തെ പ്രതിപാദിക്കുന്നത്. അവർ കൃത്യമായി പറയുന്നത് ശതാധിപൻ്റെ ഭൃത്യന് ആസന്ന മരണമായി കിടക്കുന്നത് കൊണ്ട് ശതാധിപൻ വന്ന് ക്രിസ്തുവിൻ്റെ മുമ്പിൽ അപേക്ഷിക്കുന്നു. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിൽ അവൻ്റെ മകൻ സുഖമില്ല എന്നറിഞ്ഞ് അവൻ വന്ന് അപേക്ഷിക്കുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. ഇങ്ങനെ ഒരേ സംഭവം അല്പം വ്യത്യസ്തതയോടെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ നാം തിരിച്ചറിയേണ്ട ഒരു സത്യം. ശതാധിപൻ വന്ന് അപേക്ഷിക്കുമ്പോൾ ക്രിസ്തു പറയുന്ന ഒരു വാക്ക് വളരെ മനോഹരമാണ്. ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് സുഖപ്പെടുത്താം. പക്ഷെ അവൻ ഉടനെ അത് റിജക്റ്റ് ചെയ്യും. വേണ്ട, നീ വരണ്ട. അത് അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ. കാരണം ക്രിസ്തുവിനെ പോലെ ഒരാൾ വീട്ടിലേക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ സന്തോഷവും സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ അയാളത് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറയാൻ കാര്യം എന്തായിരിക്കും? വേണ്ടാന്ന് പറയാൻ കാര്യം അന്നത്തെ പാരമ്പര്യമായിരിക്കും. കാരണം ശതാധിപൻ വിജാതിയിൽപ്പെട്ട ഒരാളാണ്. ക്രിസ്തു യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളാണ്. വിജാതിയുടെ ഭവനത്തിലേക്ക് യഹൂദർ പ്രവേശിക്കാൻ പാടില്ല, എങ്കിൽ യഹൂദർ അശുദ്ധരാകും. അങ്ങനെ ഒരു പാരമ്പര്യം അന്നുണ്ടായിരുന്നു. ആ ഒരു പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ ക്രിസ്തു ഈ പാരമ്പര്യത്തിൽ നിന്ന് വലിയ ശ്രദ്ധിക്കുന്നില്ല, അതിനെ ഗൗനിക്കുന്നില്ല. പക്ഷേ ശതാധിപൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ആ പാരമ്പര്യത്തെ ബഹുമാനിക്കുന്നുണ്ട്. ഈ പാരമ്പര്യം അയാൾക്കെതിരാണെന്ന് അറിയുമ്പോഴും അയാൾ അതിനെ ബഹുമാനിച്ചു. അയാൾ പറഞ്ഞു, കർത്താവ് നീ വരണ്ട. പക്ഷേ ആ പാരമ്പര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ളിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. നീ ഒന്ന് ആജ്ഞാപിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഇതൊരു വിശ്വാസമാണ്. പാരമ്പര്യം അദ്ദേഹത്തിനെതിരാണെന്ന് അറിയുമ്പോഴും അയാളുടെ വിശ്വാസം ആഴമുള്ളതായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യൻ വളരെ സുന്ദരമായി മറ്റുള്ള മുമ്പിൽ വ്യത്യസ്തനായി കാണപ്പെടുന്നു. പ്രിയമുള്ളവരെ, എത്ര നല്ല മനുഷ്യനാണ് അയാൾ. ഒരുപക്ഷെ ആ പാരമ്പര്യത്തിൽ തന്നെ ഒരുപാട് റിജക്ഷൻ ഏറ്റെടുത്തൊരു മനുഷ്യനായിരിക്കും. ഒത്തിരി മാറ്റി നിർത്തപ്പെട്ട് അവഗണനയൊക്കെ സ്വീകരിച്ച് ആ സമൂഹത്തിലൊക്കെ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യനായിരിക്കും അദ്ദേഹം. എന്നിട്ടും ക്രിസ്തു സന്നദ്ധതയോടെ ഞാൻ വരാമെന്നൊക്കെ പറയുമ്പോൾ ആ സമൂഹത്തിന് തന്നെ ഒരു റിവഞ്ചായിട്ട് അയാൾക്കത് മാറ്റാമായിരുന്നു. പക്ഷേ അയാളത് ചെയ്തില്ല. അയാൾ ആ പാരമ്പര്യത്തെ ബഹുമാനിച്ചു. മറ്റൊരു പാരമ്പര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് അയാൾ അതിനെ കുറച്ചും കൂടി ആദരവോടെ കണ്ടു. ഇത് നമുക്കെല്ലാവർക്കും ഒരു ഐ ഓപ്പണിംഗ് ആണ്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടേതായ സംസ്കാരമുണ്ട്, നമ്മുടെ ജീവിത രീതികളൊക്കെ ഉണ്ട്. ഇത് പാരമ്പര്യമായി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ മതവിശ്വാസം, നമ്മുടെ ജീവിത സാഹചര്യം, നമ്മൾ കടന്നു പോകുന്ന മനുഷ്യർ, ഇടപെടുന്ന മനുഷ്യർ, ജീവിതാനുഭവങ്ങൾ, ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ തെളിച്ചമാണ്. ഇതിനെയൊക്കെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ വ്യക്തിത്വത്തിൽ ചേർന്നതാണ്. പ്രിയമുള്ളവരെ, മറ്റ് സംസ്കാരങ്ങൾ മോശമാണെന്നും മറ്റു രീതികൾ തെറ്റാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഇടുങ്ങിയ ചിന്താഗതിയാണ്. നമ്മളുടെ ശരികളല്ല മറ്റുള്ളവരുടെ ശരികൾ, നമ്മളുടെ ശ്രേഷ്ഠതയല്ല മറ്റുള്ളവരുടെ ശ്രേഷ്ഠത. ഓരോ ജീവിത രീതികൾക്കും അതിൻ്റേതായ വ്യത്യസ്ത തലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പാരമ്പര്യങ്ങളെയും ജീവിത രീതികളെയും കുറച്ചും കൂടി ആദരവോടും ബഹുമാനത്തോടും കാണുക എന്നുള്ളതാണ് ഒരു വിശാല മനോഭാവം. ഈ വിശാല മനോഭാവം നിൽക്കുമ്പോഴും വിശ്വാസം എന്തിലാണ് എന്ന് കൂടുതൽ അടിയുറച്ച് നമ്മൾ ജീവിക്കണം. ശതാധിപൻ്റെ വിശ്വാസം ക്രിസ്തുവിലാണ്. അയാൾ ഏതൊരു പാരമ്പര്യത്തെ ബഹുമാനിക്കുമ്പോഴും അയാളുടെ വിശ്വാസം ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് അയാൾ കർത്താവ് എന്ന് ക്രിസ്തുവിനെ നോക്കി വിളിച്ചത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരുപാട് ജീവിത രീതികളെയും വൈവിധ്യമാർന്ന ജീവിത അനുഭവങ്ങളെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഒക്കെ കാണുന്നുണ്ട്. ഇതിനെയൊക്കെ ആദരവോടും ബഹുമാനത്തോടും കാണുക എന്നുള്ളത് ക്രിസ്തീയതയാണ്. അങ്ങനെ കാണുമ്പോഴും നമ്മളുടെ തനതായ വിശ്വാസം, നമ്മുടെ തനതായ പാരമ്പര്യം, നമ്മളുടെ തനതായ അനുഭവം, ഇത് ഒരിക്കലും കൈവിടാതെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടത്. ഇത് ആ ശതാധിപൻ്റെ പ്രത്യേകതയാണ്. പ്രിയമുള്ളവരെയും, ഇനി ശതാധിപൻ നമുക്ക് പഠിപ്പിച്ചത് ചില പാഠങ്ങളുണ്ട്. ക്രിസ്തുവിനെ സമീപിക്കുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളാനുള്ള വിശാല ഹൃദയവും അവനോട് മാത്രമുള്ള ആഴമായ സ്നേഹവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കണ്ണുനീരും അത്ഭുതമായി തീരും. എത്ര ദൂരെ നിൽക്കുമ്പോഴും ക്രിസ്തു അത്ഭുതമായി നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കും.
അതാണ് ശതാധിപൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്. ക്രിസ്തു ഒരുപക്ഷെ അകലെയായിരിക്കാം, പക്ഷേ അവനെ അടുത്ത് വിളിച്ച് അവന് തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മാറുമ്പോൾ നമ്മുടെ ജീവിതം പുതിയൊരു അത്ഭുതത്തിലേക്കും പുതിയൊരു കാഴ്ചപ്പാടിലേക്കും എത്തിച്ചേരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശ്വാസമേകുന്ന വചനം നീ മാത്രം, നീ മാത്രം, എനിക്കാനന്ദമേകുന്ന ഭവനം നീ മാത്രമെൻ്റെ അടരുകളഖിലം അറിയും ആത്മമിത്രം നീ മാത്രമെൻ്റെ അടരുകളഖിലം അറിയും ആത്മമിത്രം നീ മാത്രം, നീ മാത്രം, എനിക്കാശ്വാസമേകുന്ന വചനം നീ മാത്രം, നീ മാത്രം, എനിക്കാനന്ദമേകുന്ന ഭവനം. നീ അടിയേറ്റതും നീ മുറിവേറ്റതും എനിക്കായി മാത്രമല്ലോ. നീ അടിയേറ്റതും നീ മുറിവേറ്റതും എനിക്കായി മാത്രമല്ലോ. നീ വീഴുമ്പോഴും നീ പിടയുമ്പോഴും കരുതിയതിൻ്റെ രക്ഷയല്ലോ. നീ വീഴുമ്പോഴും നീ പിടയുമ്പോഴും കരുതിയതിൻ്റെ രക്ഷയല്ലോ. നീ എൻ അക്ഷം, നീ എൻ പക്ഷം, നിന്നോടെനിക്കേറെ ഇഷ്ടം. നീ എൻ അക്ഷം, നീ എൻ പക്ഷം, നിന്നോടെനിക്കേറെ ഇഷ്ടം. നീ കുരിശേറ്റതും നീ പഴി കേട്ടതും എനിക്കായി മാത്രമല്ലോ. നീ കുരിശേറ്റതും നീ പഴി കേട്ടതും എനിക്കായി മാത്രമല്ലോ. നീ മൃതിയേറ്റതും നീ ഉയർത്തേറ്റതും എന്നെ വാനിൽ ഉയർത്താനല്ലോ. നീ മൃതിയേറ്റതും നീ ഉയർത്തേറ്റതും എന്നെ വാനിൽ ഉയർത്താനല്ലോ. നീയാണെൻ ശ്വാസം, നീ എൻ ആശ്വാസം, നിന്നോടെനിക്കേറെ ഇഷ്ടം. നീയാണെൻ ശ്വാസം, നീ എൻ ആശ്വാസം, നിന്നോടെനിക്കേറെ ഇഷ്ടം. നീ മാത്രം, നീ മാത്രം, എനിക്കാശ്വാസമേകുന്ന വചനം